സർ, ആരോഗ്യ മേഖല അനാരോഗ്യ മേഖലയായി മാറുമ്പോഴും പ്രതിപക്ഷം എവിടെയെന്നൊരു ചോദ്യമാണ് ഉയരുന്നത്. ഈ പ്രതിപക്ഷത്തിന് ഇതിനു മുമ്പ് നിരവധി വടി കിട്ടിയിട്ടുള്ളതാണ്. അന്നൊക്കെ ഇവിടെ പോയി. ഇവർക്കിനി എന്ത് കിട്ടിയാൽ എന്താ? ഇപ്പം നിലമ്പൂരിൽ ഇവരുടെ ഒരു മഹത്വം കൊണ്ടൊന്നുമല്ല വിജയിച്ചത്, മറ്റ് സാധനങ്ങളെ മടുത്തു, അതുകൊണ്ടാണ് ഇവർക്ക് വോട്ട് ചെയ്തത്. അതറിയാമോ? അല്ലാതെ ഇവരുടെ സമരമുഖത്ത് വലിയ പോർമുഖം തുറന്നു, പിണറായിക്കെതിരെ യുദ്ധം നടത്തുന്നു എന്നൊന്നും കൊണ്ടല്ല. അവരെ മടുത്തു എന്നുള്ളത് കൊണ്ടാണ് ഇവർക്ക് വോട്ട് ചെയ്തത്. മൂന്നാമതൊരു മുന്നണി അവിടെ സ്പേസ് ഇല്ലാതെ നിൽക്കുന്നു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? അതാണ് ഈ 11,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്തിൻ്റെ വിജയം. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് രംഗത്തിറങ്ങിയിരുന്നുവെങ്കിൽ ഈ LDFനെ ഇവർക്ക് തറ പറ്റിക്കാൻ പറ്റും. LDFനെ തറ പറ്റിക്കാൻ സാധിക്കും, തൂത്തെറിയാൻ പറ്റും. അത്ര ജനകീയ വിഷയങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ മെഡിക്കൽ കോളേജ് വിഷയം പറയുന്നതിന് മുമ്പ് മറ്റു ചില വിഷയങ്ങളുണ്ട്. ഈ ഒന്ന്, ക്ഷേമ പെൻഷൻ. അടിമാലിയിലെ മറിയക്കുട്ടി പിച്ചച്ചട്ടി എടുത്ത് ഇറങ്ങി കേരള ജനതയെ ഈ കാര്യം ബോധിപ്പിച്ചു. അതെങ്കിലും ഏറ്റെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ ഒറ്റയാൾ പോരാട്ടത്തിൽ തന്നെ അവർ വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിച്ചു. അതാണ് പറഞ്ഞ അന്ന് നമ്മൾ പിടിച്ചു കുലുക്കാൻ തന്നെ അന്ന് നമ്മൾ പറഞ്ഞല്ലോ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മറിയക്കുട്ടിയാണ് എന്ന് പറയുകയുണ്ടായി. അതാണ് നടുങ്ങിപ്പോയില്ലേ CPM-കാർ മുഴുവൻ. ഒരു പ്രായമായ ഒരു സ്ത്രീ പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് ഇറങ്ങുന്നു, എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല, എൻ്റെ ക്ഷേമ പെൻഷൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. പിന്നെ അവരെ വേട്ടയാടാൻ CPM-കാർ പോയി. അത് CPM-ൻ്റെ കുലത്തൊഴിലാണ്, അവരത് ചെയ്തിരിക്കും. പിന്നെ പൊതുവിപണിയിലെ വിലക്കയറ്റം, സപ്ലൈകോയിൽ സാധനങ്ങളില്ല. ഇത് ഒരു ചാനലുകാരും പറയുന്നില്ല എന്നുള്ളതാണ്. സപ്ലൈകോയിൽ സാധനം എന്ന് പറയുന്നത് 13 ഇനം സാധനങ്ങൾ സബ്സിഡിയോടുകൂടി ഉണ്ട്. LDF 2016 അധികാരത്തിൽ വരുമ്പോൾ അവർ പറഞ്ഞത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഞങ്ങൾ തടയും, വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. വിലക്കയറ്റം ഉണ്ടായപ്പോൾ ചോദിച്ചു ഇവരോടെ, അന്ന് ഇവർ പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഞങ്ങൾ പറഞ്ഞല്ലോ സബ്സിഡിയുള്ള സാധനങ്ങളിൽ വിലക്കയറ്റം ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. ശരിയാണ്, അതിന് വിലക്കയറ്റം ഉണ്ടായില്ല. 13 ഇനം സാധനങ്ങളുണ്ട്. അരി, പയറ്, ഉഴുന്ന്, ഇങ്ങനെ 13 ഇനം സാധനങ്ങളുണ്ട്. എനിക്കറിയാമല്ലോ, ഒരു വീട്ടമ്മയല്ലേ, ആ 13 ഇനം സാധനങ്ങൾ അത് വിലക്കയറ്റം ഉണ്ടാവത്തില്ല. അത് കാരണം ആ സാധനങ്ങളില്ല, ഉണ്ടായാലല്ല വിലക്കയറ്റം. അത് ഈ ഓണം അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രം കുറച്ച് കൊണ്ടുവന്ന് ഇറക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല. ഇതിനെതിരെ സമരം ചെയ്യാം. പിന്നെ 3, പലതരത്തിലുള്ള അല്ലാതെയുള്ള ഇടങ്ങളിലുള്ള വിലവർദ്ധനവ്, നികുതി വർധനവുണ്ടായി. ഭൂനികുതി വർധനവും മറ്റേ രജിസ്ട്രേഷൻ, അത് വീട് കെട്ടിട നികുതി, പിന്നെ ആശമാരുടെ സമരം, ലാലിൻ, പിന്നെ സ്വർണ്ണക്കടത്ത് എന്ന് വേണ്ട. ഈ സ്വർണ്ണക്കടത്ത് മറ്റുള്ളതൊക്കെ വേണമെങ്കിൽ മാറ്റിവെക്കുക. അവർ സ്വർണം കടത്തുന്നു, അതൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ സാധാരണ ജനങ്ങളുടെ കഞ്ഞുകൂടി പ്രശ്നം, അത് മാത്രം മതി ഇവർക്ക്. ആശമാരുടെ സമരം 130 ദിവസം പിന്നിട്ടു. എന്തെങ്കിലും അവിടെ പോയി കതറുമിട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരായി അമൂൽ ബേബികളായി മസിലും പിടിപ്പിച്ച് അവിടെ ചെല്ലും. പത്രക്കാരും ചാനലുകാരും വന്ന് ഫോട്ടോ എടുത്തു പോകുമ്പം ഇതെല്ലാം പിരിഞ്ഞു പോവുകയും ചെയ്യും. അവർ പിന്നെയും സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ കിടക്കും. ഇതിനെതിരെ സമരം ചെയ്യത്തില്ല. ഇപ്പോൾ ഒടുവിൽ വന്ന് നോക്കിക്കുക, ഏറ്റവും വലിയ ആയുധമാണ് കിട്ടിയിരിക്കുന്ന മെഡിക്കൽ കോളേജിലെ അവിടുത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല, കേരളം മുഴുവനും മെഡിക്കൽ കോളേജ്. ഡോക്ടർ ഹാരിസ് അല്ലേ അദ്ദേഹം പറഞ്ഞത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാര്യം പറഞ്ഞപ്പോൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മൊത്തം പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള മരുന്നോ മരുന്നിൻ്റെ കുറവ്, ഉപകരണങ്ങളുടെ കുറവ്, വേണ്ടത്ര സ്റ്റാഫില്ലായ്മ, ഇതൊക്കെ
ദോഷകരമായി ബാധിക്കുന്നു. ഇന്ന് മെഡിക്കൽ കോളേജിൽ ഇവരുടെ അസോസിയേഷൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഇവർക്ക് ശമ്പളമില്ല, ശമ്പളം കൃത്യസമയത്ത് കുടിശ്ശിക കിടക്കുന്നു. ഇവർക്ക് സർക്കാർ ജോലിയിലുള്ള, ഞാൻ കൃത്യമായിട്ട് കേട്ടില്ല, സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ ഇതിൽ തസ്തികയിൽ പോലും ഇവരെ സർക്കാർ ജീവനക്കാരായിട്ട് ഉൾപ്പെടുത്തുന്നിട്ടില്ല. ഇങ്ങനെ കുറെ വിഷയങ്ങൾ ഇവർ കുറെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും ഡോക്ടേഴ്സിന്. മാത്രമല്ല ഡേ ടൈമിൽ ജോലി ചെയ്യുന്ന ഇവർ രാത്രി വീട്ടിൽ ചെന്നിട്ട് പിറ്റേന്ന് രാവിലെ ഇവർ ജോലിക്ക് കയറണമെന്നാണ് ഓർഡർ. കാരണം വേറെ സ്റ്റാഫുകളില്ല. അപ്പോൾ ഡോക്ടർമാരുടെ മാത്രമല്ല നേഴ്സിംഗ് സ്റ്റാഫുകളുടെയൊക്കെ നടു ഓടിച്ച് പണി എടുപ്പിച്ചിട്ട് കൃത്യമായ ശമ്പളമോ അല്ലെങ്കിൽ അവരെ സർക്കാർ അതിൻ്റെ പരിധിയിൽ നിർത്തി ഒന്നും തന്നെ ചെയ്യാതെ കഷ്ടപ്പെടുകയാണ്. അവരുടെ കാര്യം നമ്മൾ എന്നാൽ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ഇതൊക്കെ കളഞ്ഞിട്ട് ഇവർ വിദേശത്തോട്ടോ അല്ലെങ്കിൽ മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൽ നമ്മൾ ഒന്നും പറയാനില്ല. പിന്നെ അവസാനം ഇവിടെ ആരോഗ്യ മേഖലയിൽ ഏത് നല്ല പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിനെ കിട്ടും? ഇവർക്ക് ഇപ്പം ഡോക്ടർ ഹാഫിസിനെ മുമ്പിൽ നിർത്തണം. മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇവർക്ക് പ്രതിഷേധം നടത്താം. ഹാഫിസ് തയ്യാറാകും. അദ്ദേഹം ഇട്ട പോസ്റ്റ് ഒരക്ഷരം പോലും പിൻവലിച്ചിട്ടില്ലല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ വേറെ പലരും ആയിരുന്നുവെങ്കിൽ എന്ത് ചെയ്തതിന്? പോസ്റ്റ് ഇട്ടു, 24 മണിക്കൂർ കഴിയുന്ന അദ്ദേഹം അത് പിൻവലിച്ചിട്ടും പിന്നീട് അദ്ദേഹം പിറ്റേന്ന് മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് നല്ല സമ്മർദ്ദം നട്ടലിന് ഉറപ്പുണ്ടെന്ന്. പക്ഷെ ഇതങ്ങ് മാധ്യമങ്ങളും ജനങ്ങളും അങ്ങ് ഏറ്റെടുത്തുകൊണ്ടാണ് ഇത്ര ഇതായത്. പക്ഷെ ആ പോസ്റ്റ് പിൻവലിച്ച് വലിയ 1-2 മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളെ പോലുള്ള ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ വന്ന് അത് മറഞ്ഞു പോയേനെ. അതല്ല, ഈ ചാനലുകളും ഒക്കെ ഏറ്റെടുത്ത് ഒരുപക്ഷെ ജനങ്ങളൊക്കെ അങ്ങ് ഏറ്റെടുത്തുകൊണ്ടാണ് ഇതിപ്പോ ഇത്രയെങ്കിലും ഒരു ഇതായിട്ട് വന്നത്. അപ്പോഴാണ് പല വിഷയങ്ങളും പുറത്തേക്ക് വരുന്നത്. ഇദ്ദേഹം പറഞ്ഞതിൽ ഒരു സെന്റൻസ് ആണ് ജനങ്ങൾ ഏറ്റെടുത്തത്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ കോളേജിൽ പഠിച്ചു, PG ഒക്കെ ചെയ്തു. അതിന് എനിക്ക് സേവിക്കേണ്ടവനാണ്. അത് ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? യഥാർത്ഥ ഡോക്ടറാണ്. ഇവർക്ക് അത് കഴിഞ്ഞിട്ടൊക്കെ ഒരു പ്രതിജ്ഞ ഉണ്ടല്ലോ പഠിച്ചിറങ്ങി കഴിയുമ്പോൾ, അത് മുഴുവൻ പാലിച്ചിരിക്കുന്ന ഡോക്ടറാണ്. മെഡിക്കൽ കോളേജിൽ ധാരാളം പ്രഗത്ഭരായ ഡോക്ടർമാരുണ്ട്. കുറേയധികം സർക്കാർ സർവീസ് കള്ളന്മാരുണ്ട്. അതിനിടയ്ക്കൂടെ പോയി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സർവീസ് നടത്തുന്നവരുമുണ്ട്. പിന്നെ വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നവർ ഉണ്ട്. പിന്നെ സർക്കാർ സർവീസ് കുറേ കാലം ഇരുന്നിട്ട് വേണ്ടെന്ന് വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോവുകയും മറ്റും ചെയ്യുന്നവരുണ്ട്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഡോക്ടർമാരും ഒക്കെ ഉണ്ട്. പക്ഷേ അതിലൊന്നും പെടുന്ന ആളല്ല ഡോക്ടർ ഹാഫിസ്. അദ്ദേഹം സത്യസന്ധനായ മനുഷ്യസ്നേഹിയായ ഡോക്ടറാണ്. ആ ഡോക്ടറെ പ്രതിപക്ഷം മുന്നിൽ നിർത്തണം. എന്നിട്ട് ഈ വീണ ജോർജിനെ ഒരു നിമിഷം പോലും ഇനി ഇവിടെ ഭരിക്കാൻ അനുവദിക്കരുത്. ഇത്രയും ഒരു കഴിവ് അത് ഒരു തവണയല്ല അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ പലതവണ നമുക്കറിയാം. ജോയി എന്ന് പറയുന്ന ഈ പറഞ്ഞോണം ഈ ഡ്രെയിൻ, അത് പിന്നെ പോട്ടെ, നഗരസഭയുടെ ഇതാണെന്ന് പറയാം. ഇത്തരത്തിൽ മരണപ്പെട്ട കിഡ്നി എന്തോ മാറ്റിവെച്ച് തകരാറിലായി മരിച്ച കേസുകൾ, അങ്ങനെ നിരവധി കേസുകൾ ഈ ആരോഗ്യ മേഖലയിൽ നിൽക്കുമ്പോഴാണ്, ഹെൽത്ത് മേഖലയിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ഇത്തരത്തിലുള്ള അഴിമതികൾ. ഇടയ്ക്ക് ഇതുപോലെ മരുന്നിന്റെ അഭാവം ഉണ്ടായിരുന്നു, അതന്ന് പ്രതിഷേധത്തിലുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പലവിധ പ്രശ്നങ്ങൾ ആരോഗ്യ മേഖലയിൽ തുറന്നു കാട്ടിയിട്ട് പോലും ഇവർ ഈ കോവിഡ് മരണങ്ങൾ, എന്തോരം കോവിഡ് മരണങ്ങളാണ് മറച്ചു വെച്ചിരിക്കുന്നത്. 27,000-ഓളം അധികം കേസുകൾ ഇനി മരണപ്പെട്ടു എന്നുള്ള കേസുകളാണ്. പക്ഷെ ഇവരിപ്പോൾ സർക്കാർ പുറത്തു വിട്ടത് വേറെ രീതിയിലാണ്. മാത്രമല്ല നിപ്പ വൈറസിനെ പ്രതിരോധിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോഴും നിപ്പ വന്ന് ബാധിച്ച് മരിക്കുന്നവരുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പേപ്പട്ടി വിഷയം, വാക്സിനേഷന്റെ ഇത് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇതുവരെ അവർ പരിശോധിക്കുന്നില്ല. ക്രമക്കേട് ഉണ്ടായാലും ഇവർ പറയുന്നത് എന്തോ ഒന്നുമില്ല, അതിങ്ങനെയാണെന്ന്. അങ്ങനെയാണ് ഈ ലോകത്ത് ഈ റാബീസ് വാക്സിനേഷൻ എടുക്കുന്ന എല്ലാവരും മരിക്കണമല്ലോ അല്ലേ? വാക്സിനേഷൻ എടുത്തിട്ട് മരിക്കുന്ന അവസ്ഥ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒക്കെ ഉണ്ടാകുന്ന ഇതൊക്കെ വലിയൊരു അനാസ്ഥയാണ് ആരോഗ്യ മേഖലയിലുണ്ട്. പകർച്ചവ്യാധികളെ തടയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറം വിഷയങ്ങളുണ്ട്. ഇതെല്ലാം മുഖം മൂടി വെച്ചുകൊണ്ട് തനി അച്ചടി ഭാഷയിൽ വീണ ജോർജ് വന്നിരുന്ന് പറയുന്നതും കേട്ട് പ്രതിപക്ഷം ഇരിക്കാതെ സത്യം പറഞ്ഞാൽ ഇതൊരു സമരമുഖത്തേക്ക് ഇറങ്ങുക. മന്ത്രിക്ക് ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെ ഞാൻ പറയും. ഈ 2021 പിണറായി വിജയൻ രണ്ടാമത് അധികാരത്തിൽ വന്നത് കോവിഡിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അതിനെ അതിജീവിക്കാൻ കേരളത്തിലെ മെഡിക്കൽ രംഗം സജ്ജമായി എന്ന് PR വർക്ക് നടത്തിയതിൻ്റെ പേരിലാണെങ്കിൽ, ഇനി 2026 പിണറായി വിജയന് കോട്ടം സംഭവിക്കാൻ പോകുന്നത് വീണ ജോർജിലൂടെയാണ്. ഇത്തരത്തിൽ ഉള്ള ഡോക്ടർമാരുടെ വെളിപ്പെടുത്തലിലൂടെയായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.